ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ എരിവും മധുരമൊക്കെ ആയിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഒന്ന് റിഫ്രഷിംഗ് ആയിട്ടും കൂടെയുള്ള നല്ലൊരു ജ്യൂസും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഗ്ലാസ്സോളം പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് പൈനാപ്പിൾ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പോളം പൈനാപ്പിൾ നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് കളറൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസുകളുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി ആട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു എരിവിനൊക്കെ വേണ്ടിയിട്ട് കുരുമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല റിഫ്രഷ്മെൻ്റ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടിയോളം പുതിനയുടെ ഇലയാട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പൈനാപ്പിൾ ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അധികം പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അടിച്ചെടുക്കണേ. അതിൻ്റെ പീസുകളൊക്കെ നന്നായിട്ട് അടിയുന്ന രീതിയിൽ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ ആ വേസ്റ്റുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഏലക്കായൊക്കെ അതുപോലെ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ കുറച്ച് വേസ്റ്റുകളൊക്കെ അതൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പുതിനയിലേൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാട്ടോ. അത് കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് അരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല കട്ടിക്കാട്ടോ നമുക്ക് കിട്ടുക. ഇനി ഇതിന് ശേഷം നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം ലൂസാക്കി എടുത്താൽ മതിയേ. നല്ല പോലെ ഇതൊന്ന് അരിച്ചെടുത്ത് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം വേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കാട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ലൂസാക്കിയിട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് കസ്കസ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടില്ല കേട്ടോ. ഒരു 2-3 ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 5 ഗ്ലാസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജ്യൂസ്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഐസൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ആക്കുമ്പോൾ നല്ല പോലെ ഒന്നും കൂടെ ആയിട്ട് വരും. വളരെ സിമ്പിളായിട്ട് എന്നൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ടൈമിലേക്കൊക്കെ നല്ലൊരു റിഫ്രഷിങ് തരുന്ന നല്ലൊരു ജ്യൂസാണ്. കുറഞ്ഞൊരു എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് കിട്ടുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.